ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച വർഷമായിരുന്നു 2025. 300 കോടി എന്ന നേട്ടവും മോളിവുഡിലേക്ക് കഴിഞ്ഞ വർഷം എത്തി. ഇപ്പോഴിതാ 2025-ൽ മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് സ്വന്തമാക്കിയ സിനിമകളുടെ ലിസ്റ്റും പുറത്തുവരികയാണ്. മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച വർഷമായിരുന്നു 2025. മേക്കിങ്ങിലും പ്രമേയത്തിലുമൊക്കെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മലയാള സിനിമയെ ഈ വർഷം മലയാളികൾ കണ്ടു. ഒടുവിൽ 300 കോടി എന്ന നേട്ടവും മോളിവുഡിലേക്ക് ഈ വർഷം എത്തിയിരുന്നു. 2026 തുടക്കത്തിൽ 2025-ൽ മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് സ്വന്തമാക്കിയ സിനിമകളുടെ ലിസ്റ്റും പുറത്തുവരികയാണ്. 8 സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം 175.6 കോടി രൂപ ഓപ്പണിംഗ് വീക്കെൻഡിൽ നേടി ഒന്നാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് പൃഥ്വിരാജാണ്. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ 2ാം ഭാഗമായി ഇറങ്ങിയ എമ്പുരാൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ലിസ്റ്റിൽ രണ്ടാമതുള്ളതും ഒരു മോഹൻലാൽ ചിത്രം തന്നെയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമാണ് ചിത്രം. 69.25 കോടിയാണ് തുടരും ആദ്യവാരം നേടിയത്. മലയാള സിനിമയ്ക്ക് 300 കോടി ക്ലബ്ബ് സമ്മാനിച്ച കല്യാണി പ്രിയദർശൻ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് 3ാം സ്ഥാനത്ത്. 66 കോടിയാണ് ലോകയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ. ഹൃദയപൂർവ്വം, ബബ്ബബ്ബ, DA സീറെ, കളങ്കാവൽ എന്നീ സിനിമകളെ പിന്നിലാക്കി നിവിൻ പോളിയുടെ സർവം മായ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 4 ദിവസത്തിൽ 50 കോടി ക്ലബ്ബാണ് ചിത്രം ഇടം പിടിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.